ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്പേസിൽ നമ്മൾ ടാങ്ക് നിർമ്മിക്കാൻ പോവാണ്. ഫ്ലക്സ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. 2 ടാങ്കായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടാണ് നിർമ്മിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോഴിക്കാർപ്പ്, റെഡ് തിലാപ്പിയ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൂടെ കഴിയുകയാണെങ്കിൽ 2ൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഗപ്പീസും ചെയ്യണമെന്നുണ്ട് ഈ ടാങ്കിൽ തന്നെ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കല്ലൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഇവിടെ കുളം നിർമ്മിക്കുന്നതിൻ്റെ പാതകത്തിൻ്റെ വർക്ക് ഇന്നലെ നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മണ്ണ് വെച്ച്, സിമെൻറ്റ് യൂസ് ചെയ്യാതെ മണ്ണ് വെച്ചിട്ടാണ് നമ്മൾ പടവ് തീർക്കാൻ പോകുന്നത്. അപ്പോൾ 2 സൈഡിലായിട്ട് ഏകദേശം കുറച്ച് കല്ലുകൾ വെക്കേണ്ട ഗ്യാപ്പുള്ളൂ. 2 സൈഡിൽ ഓൾറെഡി മതിലുണ്ട്. അപ്പോൾ അതിലേക്ക് മുട്ടിച്ചിട്ടാണ് നമ്മളിവിടെ കുളം നിർമ്മിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ടാങ്കിൻ്റെ സ്ട്രക്ചർ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, 2 ടാങ്കായിട്ട് മാറ്റിയിട്ടുണ്ട്. മണ്ണ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പടവേരുടെ ആ ഒരു പ്രൊഫഷണലിസം ഒന്നും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ചെറിയ വളവുകളും അതുപോലെ തന്നെ ചെറിയ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ് നേരിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ മണ്ണ് കുഴക്കുകയും ചെയ്തത്. അപ്പോൾ ആ സെൻറ്റർ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു താഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ആക്കാനൊക്കെ ഉണ്ട് കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അത് ഉപകാരപ്പെടും. അതുകൊണ്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ് ഇത് ചെയ്യുന്നത്, മുറ്റത്തിൻ്റെ സൈഡിൽ. അപ്പോൾ മുറ്റത്തിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, മതിലിൻ്റെ ഷേപ്പ്, ഇങ്ങനൊരു ഷേപ്പ് ഇവിടെ ഉണ്ട്. ആ ഷേപ്പാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ കല്ല് പൊന്തിയിട്ടാണ് നിൽക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പാക്ക് ചെയ്തിട്ട് സെറ്റാക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡും കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഏരിയയും കൂടി ചിലപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ സിമെൻറ്റ് ഇട്ടിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കുറച്ച് ഏരിയ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഏരിയ സിമെൻറ്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. നമ്മൾ ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ബ്രദർ നൗഷാദാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ സിമെൻറ്റ് ഇട്ടിട്ട് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കുളത്തിൻ്റെ പടവ് കഴിഞ്ഞിട്ട് ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്നലെ തെറ്റില്ലാത്ത രീതിയിൽ മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ മഴവെള്ളമാണ് ഇപ്പോഴും ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ നിലമൊക്കെ ഒന്ന് ഒരുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പടവ് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ മഴ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഇവിടെ മഴവെള്ളം വീണിട്ട് ഈ സിമെൻറ്റൊക്കെ ചെറുതായിട്ട് പൊട്ടിപ്പോയൊരവസ്ഥ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതിൻ്റെ നിലമൊക്കെ ഒന്ന് ശരിയാക്കാം. നില ശരിയാക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ നമ്മൾ ഒരു ടാങ്കിൻ്റെ അടിവശം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷീറ്റ് വിരിക്കാൻ മാത്രമുള്ള രീതിയിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി സേഫ്റ്റിക്കുള്ള എന്തെങ്കിലും ചാക്കുകൾ മറ്റ് വിരിക്കാനുള്ളൂ. ഇതിൻ്റെ ഈ ഒരു ടാങ്കിൻ്റെ കണ്ടില്ല, ഈ ഭാഗത്തുനിന്ന് വരുന്ന ഈ ഒരു ഏരിയയിൽ സെൻട്രലായിട്ടല്ല നമ്മളൊരു ചട്ടി പോലത്തെ ഷേപ്പ്, അതായത് ഒരു കുഴി പോലത്തെ ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സെൻട്രലായിട്ടല്ല, കുറച്ച് ഇങ്ങോട്ട് ഏരിയ ആയിട്ടാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രബലമായിട്ടുള്ളൊരു ഏരിയയാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളതെന്നൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം കല്ലുകളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ചെറിയ കല്ലുമുട്ടികളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. എത്രത്തോളം കല്ലുമുട്ടികൾ എടുത്ത് ഒഴിവാക്കുക അത്രത്തോളം നല്ലതായിരിക്കും നമ്മുടെ ഷീറ്റിന്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേര് കണ്ടില്ല, ഇത്തരത്തിലുള്ള വേരുകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വേര് ഇവിടെ പൊന്തി നിൽക്കുകയാണ്. ഇത് ഇനിയും വളർച്ച വരികയാണെങ്കിൽ മുകളിൽ വിരിക്കുന്ന ഷീറ്റിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കേണ്ടതുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ടാങ്കും അതുപോലെ തന്നെ നമുക്ക് സെറ്റാക്കാണ്ട്. സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഷീറ്റ് വിരിക്കാനുള്ള പരിപാടികൾ നോക്കാം. നമ്മൾ ഒരു ടാങ്കിൽ ഇപ്പോൾ ചാക്ക് വിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പഴയ ചാക്കൊക്കെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലും അതുപോലെ തന്നെ വിരിക്കാനുണ്ട്. സിമെൻറ്റിൻ്റെ പഴയ ചാക്കാണ്, അതാണ് അടിയിൽ വിരിച്ചിട്ടുള്ളത്. പിന്നെ ഈ സൈഡൊക്കെ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാക്ക് വെച്ചിട്ട്. അതുപോലെ തന്നെ അവിടെ ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ചാക്ക് കൂടി ഈ സൈഡിൽ. ഇനി ഈ ചാക്ക് വിരിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം, നമുക്കിവിടെ പഴയ താർപോളിനുണ്ട്. അപ്പോൾ ഈ പഴയ താർപോളിന് ഇതിൻ്റെ മേലെ വിരിക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മുടെ ഫ്ലക്സ് റോൾ ഇരിക്കുന്നുണ്ട്, അതും നമുക്ക് വിരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ചെയ്യാം. ഇനി നമ്മൾ ഷീറ്റ് കട്ട് ചെയ്യാൻ പോവാണ്. ബാക്കി എല്ലാ പണികളും തീർത്ത് ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇതിൽ ഇറക്കിയിടണം. അപ്പോൾ നമ്മൾ 2 ടാങ്കായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ടാങ്കിൻ്റെ ഇന്നർ അളവ് വരുന്നത് ഏകദേശം വരുന്നത് 39-40 ഇഞ്ചാണ് ഒരു ടാങ്കിൻ്റെ ഇന്നർ അളവ് വരുന്നത്. ഇതിനും കുറച്ചും കൂടി കുറവായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ആ ടാങ്ക്. അപ്പോൾ നമ്മൾ 40 ഇഞ്ച് ഇന്നർ അളവാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം ഒരു 28-29 ഇഞ്ച് ഹൈറ്റ് വരുന്നത്. നമുക്ക് ശരാശരി 30 കിട്ടാം. 30 ആണെങ്കിൽ 30-ഉം 60 ഹൈറ്റ് 2 സൈഡിൽ കൂട്ടണം. 60-ഉം പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 40. അപ്പോൾ 60-ഉം 40-ഉം 100 ഇഞ്ചായി. പിന്നെ 10, 100 പിന്നെ ബാക്കി മടക്കി വെക്കാന്നുള്ളൂ. നമ്മുടെ ഫ്ലെക്സിൻ്റെ ഷീറ്റ് വരുന്നത്, റോള് വരുന്നതിൻ്റെ വിടുത്ത് വരുന്നത് ഏകദേശം 126 ഇഞ്ച് ആ സൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് 100 ഇഞ്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാലും 26 ഇഞ്ചോളം കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിടാനുള്ള ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളിനി ഫ്ലെക്സ് ഇങ്ങനെ, ഇപ്പോൾ റോള് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നീർത്തിയിട്ട് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് അളവെടുക്കേണ്ടത്, മെയിനായിട്ട് അളവ് തെറ്റാതെ എടുക്കേണ്ടത് ഈ ഒരു നീളമാണ് നമുക്ക് അളവെടുക്കേണ്ടത്. അപ്പോൾ എടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കട്ട് ചെയ്യാം.
നമ്മൾ കുളത്തിൻ്റെ പരിപാടിയിലായിരുന്നു. അപ്പോൾ അതിലടക്കാണ് മഴ പെയ്തിട്ടാ ഷീറ്റ് വിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണ്ടിയില്ലേ മഴ ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തെറ്റില്ലാത്ത രീതിയിൽ നമ്മുടെ ഷീറ്റ് 2 ടാങ്കിൽ നമ്മൾ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത്തവണ നമ്മൾ അളവ് തെറ്റിപ്പോകാതെ ഇരിക്കാനും വേണ്ടി കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടേക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇനി ആണി മേടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ കല്ലിൽ അടിച്ചിട്ട് ആണിയിട്ട് അടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ച് കല്ലുമ്മൽ. ഇപ്പോൾ നമ്മൾ ഷീറ്റ് വിരിച്ച് കണ്ടില്ലേ, അൽഹംദുലില്ലാ 2 ടാങ്കും നല്ല ഉഷാറായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വെള്ളം നിറക്കുന്നതിന് മുമ്പ് തന്നെ മഴ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിൽ വെള്ളം നിറഞ്ഞ് സെറ്റാവാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ഇപ്പോൾ നമ്മളൊരു സപ്പോർട്ടും കൊടുത്തിട്ടില്ല. അതിൻ്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ടാങ്കിന് വീതി കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് കണ്ടില്ല, ഈ ഒരു ഓവറായിട്ട് നമ്മൾ മടക്കണ ഫോൾഡ് ചെയ്യുന്നിടത്ത് കണ്ടില്ല ഈ കറക്റ്റ് നിൽക്കുന്നുണ്ട്. ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നില്ല ഈ സൈഡിൽ നിൽക്കുന്ന പോലെ. ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഈ ടാങ്കിലൊക്കെ അടിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ആയി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം, മഴ മാറോ ഇല്ല എന്നുള്ളതൊക്കെ നോക്കാം. അതിനനുസരിച്ച് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. നമ്മൾ ടാങ്കിൻ്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡിലൊക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് മാർക്ക് കാണാൻ പറ്റും. ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഫ്ലക്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആണി അടിച്ച് താൽക്കാലികമായിട്ട് ഫ്ലക്സ് ഇവിടെ നിർത്തിയിട്ടുള്ളതാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഒരു ഫിൽട്രേഷൻ സംവിധാനം അല്ലെങ്കിൽ ഒരു അക്വാപോണിക് സിസ്റ്റം പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. എന്താവുന്നുള്ള അറിയില്ല. അപ്പോൾ ആദ്യം ഓരോ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടാങ്കിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ടാങ്ക് നിർമ്മിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത് നമ്മൾ ഫ്ലാറ്റായിട്ടും പിന്നീട് ഇങ്ങോട്ട് കുഴിയായിട്ടും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വെള്ളം നല്ല രീതിയിൽ ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് ടാങ്ക് പറഞ്ഞപ്പോൾ. പിന്നെ ഒരു പദം കാണുന്നുണ്ട്. എനിക്കൊന്ന് ഈ ഫ്ലക്സിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും ഈ ഇവിടെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നെങ്ങനെയായാലും നമ്മളിതിൽ വെള്ളം നിർത്തിയിട്ട് 1-2 ദിവസം വെള്ളം ഇതിൽ പിടിച്ച് നിർത്തിയിട്ട് ടാങ്ക് ക്ലീൻ ചെയ്തിട്ടേ നമ്മൾ പിന്നീട് ഇതിൽ മീനാക്കുന്ന ആ ഒരു രീതിയിലേക്കൊക്കെ കടക്കുന്നുള്ളൂ. തൊട്ടുപുറത്തെ ടാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ചെറിയ രീതിയിൽ വെള്ളം നിൽക്കുന്നുണ്ട്. ഇത് മഴ പെയ്തിട്ടായ വെള്ളമാണിത്. ഈ ടാങ്കിന് വന്ന എക്സ്പെൻസ് ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മൾ 10 അടിയുടെ ഒരു റോളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ടാക്സും പിന്നെ ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം നമുക്ക് വന്നിട്ടുള്ള ചിലവ് ഏകദേശം 7500 രൂപയോളം ചിലവ് വന്നിട്ടുണ്ടായിരുന്നു. സ്ക്വയർ ഫീറ്റ് റേറ്റ് 3.5 രൂപയോളം. ഈ ടാക്സും മറ്റുള്ള ചാർജൊക്കെ കൂടി കൂട്ടുകയാണെങ്കിൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒരു 4 രൂപ കൂട്ടുകയാണെങ്കിൽ ഈ ഒരു ഷീറ്റ് ഇപ്പോൾ 2 ടാങ്കായിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ ഒരു ടാങ്കിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 10 അടിയുടെ റോളിൽ നിന്ന് 18 അടി കട്ട് ചെയ്തിട്ടുള്ള ഒരു ഷീറ്റ് എടുത്തത്. ഏകദേശം 180 സ്ക്വയർ ഫീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് 720 രൂപയുടെ ഷീറ്റ് നമുക്ക് ഈ ഒരു ടാങ്കിന് ചിലവ് വന്നുള്ളൂ. തൊട്ടുപുറത്തെ ടാങ്ക് ആണെങ്കിൽ നമ്മൾ 16 അടി യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഈ ഷീറ്റ് ഇനിയും 18 അടി യൂസ് ചെയ്തതിന് ഒന്നുകൂടി കുറക്കായിരുന്നു. പക്ഷേ മുമ്പ് നമ്മൾ ഫ്ലെക്സ് കട്ട് ചെയ്തിട്ട് ടാങ്ക് നിർമ്മിച്ച സമയത്ത് നമുക്കൊരു അബദ്ധം പറ്റിയിട്ട് പിന്നെ അത് വിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നിരുന്നു. അപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം അൽഹംദുലില്ലാ 2 ടാങ്ക് സെറ്റാണ്. ഇനി വെള്ളം നിർത്തുക, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ടാങ്കിൻ്റെ നീളവും വീതിയും അതിൻ്റെ ഉള്ളളവും എത്ര ലിറ്റർ വെള്ളം കൊള്ളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മൈ ഫാമിങ്ങിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി കാണാം. ബൈ.